വന്ന് ചാനൽ ചർച്ചയിൽ നിന്ന് വാഹായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകളല്ല ഇവിടെ വന്നിരിക്കുന്നതെന്ന് ശ്രീ അനിൽകുമാർ ഓർത്തിരിക്കണം. മനസ്സിലായില്ലേ? നിങ്ങളത് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പിന്നെ ഫ്ലാഷ് ബാക്ക് 24 വാർഡിൽ 14 വാർഡിൽ UDF 3-ാം സ്ഥാനത്താണ്. ആലോചിച്ച് നോക്കിയേ. ഒരു വാർഡ് നൂലവല്ലി വാർഡ് കോൺഗ്രസിന് കിട്ടിയ 44 വോട്ട്. ഇങ്ങനെ പറയാം നടിപ്പാറ വാർഡ് കോൺഗ്രസിന് കിട്ടിയ 64 വോട്ട്. ഈ കോൺഗ്രസിന് ആ പഞ്ചായത്ത് ഭരിക്കാൻ അർഹതയുണ്ടോ? എന്നിട്ട് യഥാർത്ഥത്തിൽ ഈ 14 വാർഡിൽ 3-ാം സ്ഥാനത്ത് പോയത് എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP-യുമായി ധാരണയുണ്ട്. ഒരു വാർഡിലെ കണക്ക് ഞാൻ പറയാം. നൂലവല്ലി വാർഡ് BJP 768, CPIM 629, ഇന്റർനാഷണൽ കോൺഗ്രസ് 44. നോക്കിയേ എങ്ങനെയാണ് BJP ജയിപ്പിക്കുന്നത് കോൺഗ്രസ്? അത് വഴിയേ അറിഞ്ഞോളൂ. CPM-ന്റെ പ്രതിനിധി അനിൽകുമാറിന്റെ വാക്കുകളും വാചകങ്ങളും കേട്ടപ്പോൾ അഭിസാരികയുടെ ചരിത്ര പ്രസംഗം പോലെ എനിക്ക് തോന്നിയത്. ഞാൻ ഒറ്റ കാര്യം അനിൽകുമാറിനോട് ചോദിക്കുക. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ കുന്തിപ്പുഴയിൽ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഓരോ വോട്ടാണ്. ഒരു വാർഡിൽ, കുന്തിപ്പുഴ വാർഡിൽ ഓരോ വോട്ട്. ആ വോട്ട് ചെയ്ത ഖനീഫ എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർ, CPM ലോക്കൽ കമ്മിറ്റി മെമ്പറെ ഭീഷണിപ്പെടുത്തിയത് എന്തിനാണ് നിങ്ങളുടെ പാർട്ടി? അവിടെ CPM-ന്റെ വോട്ട് എവിടെ പോയി? എന്തുകൊണ്ട് CPM എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് ഓരോ വോട്ട് മാത്രമായി? ഒന്ന് പറഞ്ഞു തന്നെ. കുറെ നേരമായല്ലോ ഇരുന്ന് കുറെ വിപ്ലവാത്മകമായ വാക്കുകൾ പറയാൻ തുടങ്ങിയിട്ട്. കോട്ടയ്ക്കൽ നിഷാദിന് അറിയാമല്ലോ. അവിടെ CPM സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥി പോലും വോട്ട് ചെയ്തില്ല. ആർക്കാണ് വോട്ട് ചെയ്തത്? അവിടുത്തെ ഒരു CPM പ്രവർത്തകൻ പറഞ്ഞു ആ വോട്ട് CPM സ്ഥാനാർത്ഥിക്ക് ചെയ്തത് എൻ്റെ ഒരു വോട്ട് മാത്രമാണ്. സ്ഥാനാർത്ഥിയുടെ വോട്ട് എവിടെ? നിർദ്ദേശിച്ചയാളുടെ വോട്ട് എവിടെ? പിന്തുണച്ചയാളുടെ വോട്ട് എവിടെ? വന്ന് ചാനൽ ചർച്ചയിൽ നിന്ന് വാഹായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകളല്ല ഇവിടെ വന്നിരിക്കുന്നതെന്ന് ശ്രീ അനിൽകുമാർ ഓർത്തിരിക്കണം. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്.